അല്ല, ഇത് നിങ്ങൾ അക്കൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്, സിഎമ്മിനെ നേരിട്ട് പോയി കണ്ട്? സിഎമ്മിനെ നേരിട്ട് പോയി കണ്ട്. ടി വി എന്ന് പറയുന്ന എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അല്ല എൻ്റെ പയ്യന്മാരുടെ അടുത്ത് കൊണ്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുപ്പിക്കുമായിരുന്നു. സിഎമ്മിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഓക്കെ, വളരെ നല്ല കാര്യം. നിങ്ങൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം, അത് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു കമ്മ്യൂണിറ്റിയോ നിങ്ങളെ ആളുകളെ സംഘമായി വെച്ചിട്ട് ഇത് ചെയ്യിക്കുന്ന ഒരു കമ്പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ അത് ചോയ്സാണ്, ഒരു മാൻഡേറ്ററി കാര്യമല്ല. എല്ലാ സ്ട്രീമേഴ്സിനും എല്ലാം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതിൽ കയറണം എന്നൊന്നുമില്ല. ഓൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഗെയിമിംഗ് ഓർഗനൈസേഷൻസ്. കേരളം ഒറിജിനേറ്റഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്, മുംബൈ, അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും ഹെഡ് ഓഫീസുള്ള ഓരോ ഓർഗനൈസേഷൻ ഉണ്ട്. കറൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഒരു ടോപ്പ് ഓർഗനൈസേഷനായ ഗോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു മാസം 2 മാസം മുമ്പ് വരെ എൻ്റെ ഗ്രോത്തിൽ വലിയൊരു ഭാഗമായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ശരത്തേടൻ എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തത് പോലും പുള്ളിയാണ്. അതായത് തന്നെ ഫ്രം ദ ബോട്ടം ഓഫ് ദ ലൈക്ക് ഹേർട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് ടു എന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയത് പുള്ളിയാണ്. ഗെയിം കളിക്കാറുണ്ട്, ആളിപ്പോൾ ദുബായിലുണ്ട്. പുള്ളിയാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുവരുന്നതൊക്കെ. മലയാളിയാണ്. അപ്പോൾ പുള്ളി എനിക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് PCയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി തന്ന് ഈ ഗെയിമിങ്ങിലേക്ക് കൊണ്ടുവരുന്ന പുള്ളിയാണ്. ഞാൻ മൊബൈൽ ഗെയിംസ് വഴി BGMI ഒക്കെ ആദ്യം സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ബാൻ ആയിരുന്നു ഗെയിം. അപ്പോൾ പിന്നെ എനിക്ക് PC ഗെയിംസിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് PCയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നതിൽ ഒരാളാണ് ഈ ശരത്തേട്ടൻ എന്ന് പറയണത്. അങ്ങനെ നന്മമരം എന്ന് പറയണത് ഇപ്പോൾ ആൾക്കാർ കളിയാക്കി പറയണ കാര്യമാണ് ചേട്ടാ അത്. പക്ഷെ പുള്ളി ഒരിക്കലും എനിക്ക് നന്മമരം എന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളി ശരിക്കും ഒരു കുറേ പേരുടെ ദൈവമായിരുന്നു ആ സമയത്ത്, സത്യം പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കണ്ടീഷൻ അത്രയും വേഴ്സ് ആയിരുന്നു. പുള്ളി അറിയപ്പെടുന്ന പേരെന്താ? ബ്ലൈൻഡ് ജോക്കർ. ബ്ലൈൻഡ് ഇ സ്പോർട്സ് എന്നായിരുന്നു ആ ഇ സ്പോർട്സിൻ്റെ പേര്. ഇവർ കുറച്ച് എക്സ്പാൻഡൊക്കെ ചെയ്ത് വേറെ കുറേ ആൾക്കാരൊക്കെ അതിൽ വന്ന്, അപ്പോൾ അവരുമായിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പം ഈ ഗോഡൽ എന്ന് പറയുന്ന ഇതിലേക്ക് ചേർന്നത്. ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇന്ത്യ തന്നെ ഉള്ളതാണോ? ഏത് ചേർന്ന കമ്മ്യൂണിറ്റി? ഇന്ത്യയിൽ തന്നെ ഉള്ള പല ലാംഗ്വേജ് ഉണ്ടല്ലോ. അതിനകത്ത് ഹിന്ദിക്കാരെല്ലാവരും ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള വേറെ നാഷണലിസ്റ്റ് ഉണ്ടോ? അതിനകത്ത് ഇന്ത്യക്കാരാണ് ഫുള്ള്. പക്ഷേ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ തന്നെ ഹിന്ദി ക്രിയേറ്റേഴ്സ്, തമിഴ് ക്രിയേറ്റേഴ്സ്, തെലുഗു, മലയാളം എല്ലാം ഉണ്ട്. ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഈ വന്നേക്കുന്ന ഈ ഇവിടെ റേസ് ആയിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സിനെല്ലാം കുറേ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടാവും. ഗെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താ, അല്ലെങ്കിൽ ഇവർക്കൊരു പുഷ് കൊടുത്താൽ നാളെ എന്താവും ഇവരൊക്കെ, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇതായി പോകാൻ പറ്റുമെന്ന്. കാരണം അവരൊക്കെ അത്രയും ഇതായിട്ട് തിങ്ക് ചെയ്ത് ഓരോ സജഷൻസും പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പം ഉള്ള മോസ്റ്റ് ഓഫ് ദ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ ബേസൊക്കെ അവിടെ നിന്നാണ്. ഇനി ഗെയിമിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? ഇതൊരിക്കലും താഴോട്ട് പോകത്തില്ല, ഇതിന് മുകളിലോട്ടാണ്. നമുക്ക് ഫിലിമിൻ്റെ ത്രെഡുകളൊക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ പുതിയതായിട്ട് ചെയ്യാനുള്ളത്? ഇനിയിപ്പം നമുക്ക് ആനിമേറ്റഡ് VFX ആ ഒരു ലോകത്തോട്ട് പോകേണ്ടി വരും. നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ്, ഇപ്പം ഡബിൾ റോള്, അല്ലെങ്കിൽ നായകൻ മരിച്ചു പോയിട്ട് പുതുതായിട്ട് വരുന്നു, ഈ പറയുന്ന റൊമാൻറ്റിക് സോങ്, അങ്ങനത്തെ ഒരു പാറ്റേൺ കഴിഞ്ഞു. ഇനിയിപ്പം ടെസ്റ്റുകൾ ചെയ്യാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്രയോ ടെസ്റ്റുകളുള്ള സിനിമകളുണ്ട്, എല്ലാം വന്നു കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയൊരു ക്രിയേറ്റീവ്, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഒരു നമ്മളായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു ലോകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫിലിം, അല്ലെങ്കിൽ അങ്ങനത്തേത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗെയിംസിനാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗെയിമുകൾ വരാൻ പോകുന്നത്. ഇപ്പം ഈ ബ്ലാക്ക് മീ തൂക്കങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ 600 കോടിയല്ല, 1000, 2000, 3000 കോടി ബഡ്ജറ്റുകളിലൊക്കെ ഇറങ്ങാൻ പോണ ഗെയിമുകളുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്യൂച്ചർ ഒബ്വിയസ്ലി മുമ്പോട്ടായിരിക്കും. ഇതൊരിക്കലും താഴോട്ട് പോകത്തില്ല എന്നുള്ളൊരു കാര്യം എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ പണ്ടൊക്കെ പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഐഫോൺ ഇതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഈ നോ കോസ്റ്റ് EMI എല്ലാം ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്കും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വന്നു തുടങ്ങി കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഒരു പ്ലേ സ്റ്റേഷൻ മേടിക്കുന്നുണ്ട്. പ്ലേ സ്റ്റേഷൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഭാര്യമാരെ നമ്മൾ റീൽസിൽ കാണാറുണ്ട്. ഇതിപ്പം ഭയങ്കര കോമൺ ആയി. ഈ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കുറേ പേരിലേക്ക് വന്നു തുടങ്ങി. അംബാനിയുടെ ഒരു ബിസിനസ് ട്രിക്സൊക്കെ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പുള്ളി പൈസ പോകുന്നിടത്ത് കയറി കളിക്കത്തില്ല. പുള്ളിക്ക് നല്ല വേഷമുണ്ട്. പുള്ളി ഇതായപ്പോൾ ജിയോ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പുതിയതായിട്ടൊരു
പ്ലാറ്റ്ഫോം കൊണ്ടുവരികയാണ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. ആൻഡ് നമുക്കതിൽ ഓൾറെഡി ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഈ ടി വിയിലെ പയ്യന്മാർക്കെല്ലാം നമുക്ക് ഓൾറെഡി അതിനകത്ത് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ജിയോ ഗെയിമിങ്ങിൽ. അപ്പോൾ അവർ വരെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് കോർപ്പറേറ്റ് ഉള്ള ഒരാളാണ് അംബാനി. അപ്പോൾ ഈ അംബാനി ഗ്രൂപ്പ്സ് വരെ ഈ ഒരു ഗെയിമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇതിൻ്റെ വാല്യൂ എന്താണ്, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഫ്രം ഒരു ഇമാജിനറി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗെയിം നമ്മുടെ മനസ്സിൽ ഐഡിയ തോന്നുന്നിടം തൊട്ട് ആ ഗെയിം മാർക്കറ്റിൽ വന്ന് അത് കളിച്ച് പ്രസൻറ്റ് ചെയ്യുന്നിടം വരെ പൈസ ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് മാത്രമേ ഉള്ളതിൽ. ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ, ഡിസൈനർ ആയിക്കോട്ടെ, ഗെയിം കളിക്കുന്നവരായിക്കോട്ടെ, ബേറ്റ ടെസ്റ്റർ ആയിക്കോട്ടെ, ഫൈനൽ സ്ട്രീമർ ആയിക്കോട്ടെ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഓഡിയൻസിന് ഏൺ ചെയ്യാമെന്നല്ല ഞാൻ പറയണത്, ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം ഓഡിയൻസ് കിട്ടുകയും ചെയ്യും. ആ സ്ട്രീമർ വരെ പൈസ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് മുമ്പോട്ട് ഉള്ള കാര്യം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നാളെ വേണമെങ്കിൽ ഇത് കണ്ട് ഓക്കെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നാളെ അവർക്കും ആ രീതിയിൽ പോയി അവർക്കും ഇതുണ്ടാക്കാം. ഈ ഫ്രം ഈ പറയുന്ന ഗെയിം ഐഡിയ തുടങ്ങുന്ന ആളെ ടു ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സ്ട്രീമർ വരെ പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഗെയിമിങ്ങിൻ്റെ സാധ്യത വിർച്വൽ റിയാലിറ്റിയിലേക്ക് കടന്നു കയറുമ്പം എങ്ങനെയാണ് ഗെയിമിംഗ് ലോകത്ത് അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ VR എന്ന് പറയണത് തന്നെ ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു അടുത്തൊരു ജനറേഷൻ ഫേസ് ആണത്. ഇപ്പം ഇത്രയും നാൾ നമ്മൾ നോർമലി ഇപ്പം പല ഗെയിംസുകളും നമ്മളതായിട്ടുള്ള രീതിയിൽ കളിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ ഒരു നെക്സ്റ്റ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് VR ആണ്. ഒബ്വിയസ്ലി അത് VR പല രീതിയിൽ നമുക്കുണ്ട്. ഇപ്പം ഗെയിമേഴ്സിൽ മെയിനായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒന്ന് ദേഹം അനങ്ങാതെ ഒരിടത്തിരുന്ന് മറ്റേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ഗെയിം കളിക്കുക, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഈ സെയിം സൈഡിൽ VR ഗെയിംസ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വേറെയാണ്. നമുക്ക് VR ഗെയിംസ് ഇപ്പം മറ്റേ നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും ഈ കണ്ണിൽ നമ്മളിത് വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കും, പക്ഷേ നമ്മൾ വേറൊരു വിർച്വൽ റിയാലിറ്റി വേൾഡിലാണ്. പക്ഷെ അവിടെ നമുക്ക് ഓടാനും ചാടാനും ബോഡി അനങ്ങി ഗെയിം കളിക്കാൻ പറ്റുന്ന ഗെയിംസ് വരെ ഇറങ്ങി തുടങ്ങി ഇപ്പം. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്യുപ്മെൻ്റ് ഉണ്ട്, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. ഈ VR കളിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് വീട്ടിലെ ട്രെഡ്മിൽ പോലൊരു സാധനമാണ് അതിൻ്റെ സർഫസ്. അത് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ ദേഹം അതിനകത്ത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെഡ്മില്ലിൽ ഇങ്ങനെ നമ്മൾ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഫ്രണ്ടിലോട്ട് നടക്കണം, ബാക്കിലോട്ട് പോകാനാണെങ്കിൽ പുറകോട്ട് നടക്കണം. അങ്ങനത്തെ ഗെയിംസിലോട്ട് വരുമ്പം നമ്മുടെ ഫിസിക്കലി നമ്മൾ കുറച്ച് അനങ്ങാനും എടുക്കാനും ഒക്കെ തുടങ്ങും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഫൺ ഫാക്ടർ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ടയർഡാവുന്ന കാര്യങ്ങളൊന്നും ഇതാകത്തില്ല. അതുപോലെ തന്നെ ക്രിക്കറ്റൊക്കെ ഉണ്ട് VR കളിക്കാൻ പറ്റുന്നത്. നമ്മുടെ ശരീരമൊക്കെ അത്യാവശ്യം അനങ്ങുന്ന രീതിയിലത്തെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ഗെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു വശമാണ്. അത് ശരിക്കും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെ, സിനിമയിൽ മാത്രമാണോ ഇത് ഉള്ളതെന്ന് സംശയമുള്ള ഒരുപാട് പബ്ലിക്കിലുള്ള ആൾക്കാരുണ്ടാവും, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് സ്ഥാപനമായിട്ട് നമുക്ക് തുടങ്ങാം. ഇതിനൊന്നും വലിയ ചിലവുകൾ അത്രയ്ക്ക് വലിയ ചിലവുകളൊന്നും ഇല്ല ചേട്ടാ. ഇപ്പം ഒരു VR ഗ്ലാസ് നമുക്ക് മേടിക്കാനാണെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപ 30,000 രൂപ തൊട്ട് നല്ല VR ഗ്ലാസ്സുകൾ, അല്ലെങ്കിൽ ഞാൻ പറയണത് കുറച്ച് പ്രൊഫഷണലി ആയിട്ടുള്ള സാധനങ്ങൾ 30,000 40,000 രൂപ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഒരു 30,000 40,000 രൂപ വെച്ചിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണ്. അങ്ങനത്തെ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചുണ്ടാക്കാം. ഇപ്പോൾ ചേട്ടൻ ചോദിച്ച സംശയം മെയിനായിട്ട് കോമൺലി ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ചെറിയ പൈസയ്ക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാം. അതൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു VR അല്ലെങ്കിൽ VR എന്താണ്, VR ഗെയിമിംഗ് എന്താണ്, VR എക്സ്പീരിയൻസ് എന്താണ് എന്ന് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു മണിക്കൂറിനേക്ക് ഇത്ര, നിങ്ങൾക്കിപ്പോൾ ഒരു മണിക്കൂർ ഈ കഫേ പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അതുപോലെ നമുക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നത് കൊച്ചിയിലുണ്ട്, നമ്മുടേതായിട്ടുള്ള നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാനുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസാണ് ഈ പറയണത്. വെറും ഒരു VR കാര്യം മാത്രമല്ല ഞാൻ പറയണത്, VR തന്നെ പല അഡ്വാൻസ്ഡ് ടൈപ്പ് ഉണ്ട് ചേട്ടാ. അതിൽ ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് ലുലുവിലൊക്കെ ആണെങ്കിൽ പോലും ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ എല്ലായിടത്തും. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അതിൽ VR തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ അങ്ങനെ എല്ലായിടത്തൊന്നും വന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഇത് എന്താ പറയുക, എല്ലാ ഏരിയയിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിംഗ് എന്ന് പറയുന്നത്.
തീർച്ചയായും തൊഴിലിന്റെ പുതിയ മേഖലകളെ കുറിച്ചിട്ടാണ് അതെ ദിനേശ് ഈഗിൾ പറഞ്ഞു തന്നത്. അതെ, ഇനിയും ദുബായിൽ വരുമ്പോൾ നമുക്ക് ഇരിക്കണം. ഉറപ്പായിട്ടും ഇനിയും പുതിയ പുതിയ സാധ്യതകൾ പറഞ്ഞു തരണം. ഉറപ്പായിട്ടും. വന്നതിന് നന്ദി. ഓക്കെ, ഒരുപാട് താങ്ക് യു. ഞങ്ങൾ ഗെയിമേഴ്സ് ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഭയങ്കര താങ്ക് യു. ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു.